पढ़ाओ। थोड़ा बिछाइए ना, बिछा जाओ ना यार तुम लोग। बेटी बचाओ। एक मिनट थोड़ा सा हट जाना भैया। बेटी पढ़ाओ। थोड़ा बिछाइए ना। അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത്. അർജുൻ, ഇത് കാണുമ്പോൾ ചോദിക്കും, മനുഷ്യരല്ലേ, പലപ്പോഴും എല്ലാവർക്കും തെറ്റുന്നതാണല്ലോ എന്ന്. പക്ഷെ അത് രാഷ്ട്രീയക്കാരാവുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പദ്ധതി, എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫംഗ്ഷനിടയിൽ കൂടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു തെറ്റും സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അത് ചോദ്യം ചെയ്താൽ യാതൊരു തെറ്റുമില്ല. രാഷ്ട്രീയക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആ ഒരു മുദ്രാവാക്യത്തിന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് തന്നെ ഒരു ഔദ്യോഗിക പദവിയിലുള്ള വ്യക്തി, അതും വനിതാ ശിശുക്ഷേമ സഹമന്ത്രിയാണ് ആ മുദ്രാവാക്യം തെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ളതിൻ്റെ ബേട്ടി ബച്ചാവോ പഠാവോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അവർ എഴുതി വെച്ചിട്ട് പോയത്. മാത്രമല്ല, ഇവർക്ക് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ട്രോളുകയാണോ അല്ലെങ്കിൽ അങ്ങനെ അവരെ ട്രോളി ഒരു വിമർശനമായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ നാമനിർദ്ദേശ പത്രികയിൽ, അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയിൽ അവർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് +2 ആണ് അവരുടെ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള കാര്യം ഒരു +2 ഒക്കെ പഠിച്ച ഒരാൾക്ക്, അത് മാതൃഭാഷയിലാണ്, ഹിന്ദിയിലാണ്, തെറ്റിക്കാതെ എഴുതാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്രമല്ല, അവർ ഇത്ര വലിയൊരു പദവി വഹിക്കുന്ന ആളാണ്. അവരുടെ വകുപ്പും അത്രത്തോളം തന്നെ മിനിമം ഈ ഒരു വാക്കെങ്കിലും കൃത്യമായിട്ട് അവർക്ക് എഴുതാൻ കഴിയണമെന്നുള്ളത് തന്നെയാണ് എല്ലാ ആളുകളും പ്രതീക്ഷിക്കുക. പക്ഷേ അവിടെ അവർ പരാജയപ്പെട്ടു പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ധറിൽ അവിടെ ഈ സ്കൂൾ തുറന്നപ്പോൾ അതിൻ്റെ ആഘോഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു, ഒരു പൊതു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് അവർ ഇത്തരത്തിലൊരു വെള്ള ബോർഡിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി വരുന്നത്. മറ്റുള്ള ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ചെറിയ രീതിയിൽ നീരസവും പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം അടങ്ങിയ ഒരു മുഖഭാവത്തോടു കൂടിയാണ് അവർ ആ ഒരു പേരെഴുതുന്നത്, ആ ഒരു മുദ്രാവാക്യം എഴുതുന്നത്. പക്ഷെ അത് തെറ്റിപ്പോയി. അതിൽ വലിയ രീതിയിൽ അവർ വിമർശിക്കപ്പെട്ടു, ട്രോൾ ചെയ്യപ്പെട്ടു. കോൺഗ്രസ് എല്ലാം തന്നെ വലിയ രീതിയിലാണ് അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് BJP ആ കാര്യം കുറച്ചുകൂടി വളർത്തി. അത് ജാതി അധിക്ഷേപം അടക്കമുള്ള കാര്യത്തേക്ക് BJP അതിനെ കൊണ്ടുപോയി. കാരണം അവർ ഒരു പട്ടികവർഗ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെ ഒന്നടങ്കം വിമർശിക്കുന്ന ഒരു നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തലത്തിലേക്കടക്കം BJP ഇപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക പദവി വഹിക്കുന്ന ആള് ഈ ഒരു കാര്യമെങ്കിലും തെറ്റിക്കാതെ എഴുതണമെന്നുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസും മറ്റ് ആളുകളെല്ലാം തന്നെ വിമർശനത്തോടെ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള കാര്യത്തിന്റെ ഒരു പ്രാധാന്യം അത് ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു സഹമന്ത്രി ഔദ്യോഗിക പദവി അത്രയും വലിയൊരു പദവി മാത്രമല്ല, ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ് കൂടിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് പൂജ.